നമസ്കാരം. മരപ്പാവകൾ. കാരൂർ നീലകണ്ഠപിള്ള. മുറ്റത്തു ചെന്നു നിന്ന എന്യൂമറേറ്റർ 312 ആശാരിപ്പറമ്പിലെന്ന് തന്നോട് തന്നെ പറഞ്ഞിട്ട് ഉച്ചത്തിൽ ചോദിച്ചു, ഇവിടെ ആരുമില്ലേ? ഓല കുത്തിമറച്ചുണ്ടാക്കിയ മുറിയിൽ നിന്ന് ഒരു സ്ത്രീ തിണ്ണയിലേക്ക് ഇറങ്ങി വന്നു. ഉമ്മിണി എന്നാണോ പേര്? കയ്യിലിരിക്കുന്ന കടലാസിൽ നോക്കിക്കൊണ്ട് ആഗതൻ ചോദിച്ചു. യുവതിയുടെ സ്വതേ വിടർന്ന കണ്ണുകൾ കുറെ കൂടി വികസിച്ചു. കേസോ പോലീസോ വല്ലതുമായിരിക്കും എന്ന് അവൾ പരിഭ്രമിച്ചു. ജനസംഖ്യ എടുക്കുക. ഇവിടെ ആരൊക്കെയുണ്ട്? ഇപ്പോൾ ഞാൻ മാത്രമേ ഉള്ളൂ. അമ്മ ഇപ്പം അങ്ങ് പോയുള്ളൂ. തോട്ടിൻ്റെ കരയിൽ തഴച്ചെത്താൻ പോയതാ. ആങ്ങളെ ചെറുക്കൻ പണിയാൻ പോയേക്കുക. ഉമ്മിണി എന്ന് പേരുള്ളത്? അമ്മയുടെ പേരാ. ശരി. ഉമ്മിണി ആണോ പെണ്ണോ? അവളൊന്ന് ചിരിച്ചു. പരിഹാസ ചിരി, എന്നാലും അഴകുള്ള ചിരി. അമ്മയും ഞാനും പെണ്ണുങ്ങളാ. ആങ്ങളാ ആണും. അച്ഛനില്ലേ? മരിച്ചുപോയി. അപ്പോൾ ഉമ്മിണി വിധവയാണല്ലേ? ഇപ്പോൾ വിധവയാ. എന്നിട്ട് അവൾ പറഞ്ഞു, ജനസംഖ്യ എടുക്കുമ്പോൾ കൊട നിവർത്തി പിടിക്കരുതായിരിക്കും. ഈ തീപ്പോലുള്ള വെയിലത്തു നിന്ന് ജനസംഖ്യ എടുത്താൽ ആളിൻ്റെ എണ്ണം കുറഞ്ഞു പോകും. ഈ ബെഞ്ചിലേക്ക് കയറി ഇരിക്കാവല്ലോ. ചാണകം മെഴുകി വെടിപ്പും മിനുപ്പും വരുത്തിയിട്ടുള്ള ആ നീളം കുറഞ്ഞ വരാന്തയിൽ കയറി ആഗതൻ ഒരു ബെഞ്ചിലിരുന്നു. ഉമ്മിണിയുടെ വിവരങ്ങളൊക്കെ ചോദിച്ചറിഞ്ഞ് രേഖപ്പെടുത്തി. നിങ്ങളുടെ പേര്? എൻ്റെ പേര് നളിനി. ഇത് പറഞ്ഞപ്പോൾ അവൾ അല്പം ലജ്ജ ഭാവിച്ചു. വയസ്സ്? കണ്ടിട്ട് എന്ത് തോന്നുന്നു? എനിക്കൊന്നും തോന്നിയില്ല. അവളൊന്ന് മന്ദഹസിച്ചു. 23. വിവാഹം കഴിഞ്ഞതാണോ? ഇപ്പോൾ ഭർത്താവുണ്ടോ? അവൾ അല്പം പരുങ്ങി. ഇപ്പോൾ ഇവിടെ ഇല്ല. 13-ാം മൈലിൽ ജനസംഖ്യ എടുത്തോ? അതിനാൾ വേറെയാ. ഭർത്താവുണ്ടല്ലേ? ഉണ്ടെന്നോ ഇല്ലെന്നോ എഴുതിക്കോളൂ. അവൾ അവഗണന ഭാവത്തിൽ പറഞ്ഞു. ഉണ്ടെന്ന് എഴുതിയാലും ഇല്ലെന്ന് എഴുതിയാലും അർത്ഥം ഒന്നല്ലല്ലോ. എന്നാൽ ഉണ്ടെന്ന് തെളിയാതെ എഴുതിക്കോളൂ. കല്യാണം പറഞ്ഞു വെച്ചിട്ടേ ഉള്ളായിരിക്കും അല്ലേ? എന്നാൽ വിവാഹിത എന്നല്ല എഴുതേണ്ടത്, അവിവാഹിത. അതല്ല, വിവാഹം കഴിഞ്ഞു. അവൾ തലയുടെ പുറകുവശം ചൊറിയുകയും അതോടെ നീണ്ടതും എണ്ണമയമില്ലാത്തതിനാൽ മുഷിഞ്ഞതുമായ മുടി അഴിഞ്ഞഴിഞ്ഞ് വീഴുകയും അത് അവളുടെ സുന്ദര രൂപത്തിന് ഒരു ഭംഗിയുള്ള പശ്ചാത്തലമായി ഭവിക്കുകയും ചെയ്തു. ഭർത്താവ്? ഭർത്താവുണ്ട്. ഭർത്താവില്ലതാനും. ഉപേക്ഷിച്ചു അല്ലേ? അപ്പോൾ വിഭർതൃക. ആ വാക്ക് കേട്ടിട്ട് എഴുതാമെന്ന് തോന്നുന്നു. ഒന്നുകൂടെ കേൾക്കട്ടെ. വിദർഭ? അതുപോലെ ഒരു കുഴഞ്ഞ കേസായതും. പക്ഷെ ഉപേക്ഷിച്ചതല്ല. ഉപേക്ഷിച്ചെങ്കിൽ പിന്നെ എന്തിനാ ആഴ്ച തോറും അയാൾ ദൂതാളിനെ പറഞ്ഞു വിടുന്നത്? നിങ്ങൾ ഉപേക്ഷിച്ചതായിരിക്കും. ഞാൻ ആദ്യം അപേക്ഷിക്കാനും പോയില്ല, പിന്നെ ഉപേക്ഷിക്കാനും പോയില്ല. എന്താ വേണ്ട എന്നാൽ അങ്ങനെ എഴുതിക്കോ. നിങ്ങൾക്കല്ലേ ഒക്കെ അറിയാവുന്നേ. എനിക്ക് നിങ്ങളുടെ ഭർത്താവിൻ്റെ കാര്യമൊന്നും അറിയാൻ വയ്യ. നിങ്ങൾ പറയുന്നത് എഴുതാം. ഭർത്താവ് ഉണ്ടെന്ന്. അതാ നല്ലത്. നല്ലതും ചീത്ത എഴുതാനുള്ള പുസ്തകമല്ലത്, നേരെ എഴുതാനുള്ളതാ. ഞാൻ പറഞ്ഞതാ നേര് എന്ന് പറഞ്ഞിട്ട് അവൾ തലമുടി പുറകുവശത്ത് കെട്ടിവെച്ചു. അനാവശ്യമായി ആ പ്രവൃത്തി അയാൾ നോക്കിക്കണ്ടു. പ്രസവിച്ചതാണോ? ആണും പ്രസവിച്ചില്ല, പെണ്ണും പ്രസവിച്ചില്ല. ഛിദ്രം ഉണ്ടായിട്ടുണ്ടോ? ഉണ്ടായിട്ടുണ്ടോന്ന്? അവിടെ ചെന്ന് 6 മാസം തികയുന്നതിന് മുമ്പേ തുടങ്ങിയതല്ലേ ഛിദ്രം. ഒരു ദിവസം അല്ലേലൊരു ദിവസം ഛിദ്രമില്ലാതെ കഴിഞ്ഞിട്ടില്ല. ദിവസവും ഛിദ്രമോ? അതല്ലേ ഞാനിങ്ങ് പോന്നത്. എന്താണ് ഈ പറയുന്നത്? ഗർഭഛിദ്രം എന്ന് വെച്ചാൽ അലസുഖം ഉണ്ടായിട്ടുണ്ടോന്ന്. എന്തെല്ലാം പോക്കണം കേടുകളാ ചോദിക്കുന്നേ. ആങ്ങള ചെറുക്കൻ ഇവിടെ ഇല്ലാതെ നന്നായി. അയാൾ അല്പം ചൊടിച്ചു. ആങ്ങള ചെറുക്കൻ ഉണ്ടെങ്കിൽ ഇത് സർക്കാർ കാര്യമാ. ആങ്ങള ചെറുക്കൻ പോയിട്ട് വല്യമ്മാവനുണ്ടെങ്കിലും ചോദിക്കേണ്ടത് ചോദിക്കും. നേരൊക്കെ പറയുകയും വേണം. പറഞ്ഞില്ലെങ്കിൽ അത് കുറ്റമാണ്. പറയുന്നതൊക്കെ രഹസ്യമായി സൂക്ഷിക്കും. വലിയ ഉഷ്ണം തോന്നുമെങ്കിൽ ഇതുകൊണ്ട് വീശിക്കോളൂ എന്ന് പറഞ്ഞ് നളിനി ഒരു വീശുപാളയെടുത്ത് ആ ബെഞ്ചിൻ്റെ അറ്റത്ത് വെച്ചു കൊടുത്തു. ആങ്ങള ചെറുക്കൻ കേൾക്കെ ഇതൊക്കെ ചോദിച്ചാൽ എനിക്ക് നാണം വരുമെന്നാ പറഞ്ഞത്. എന്നിട്ട് പറയൂ. ഇല്ല. എന്തോന്നില്ല? പറയുകയില്ലെന്നോ? അല്ലല്ല, മുമ്പ് ചോദിച്ചില്ലേ ഛിദ്രം, അതില്ല. നിങ്ങൾക്ക് മാസം എന്ത് വരവുണ്ട്? ആങ്ങളയ്ക്ക് 3 രൂപ തച്ച. ആങ്ങളയുടേതല്ല, നിങ്ങളുടെ. ഞാൻ പണിക്ക് പോകാറില്ല. അപ്പോൾ വരവൊന്നുമില്ല. ആശ്രയിച്ച് കഴിയുന്ന ആൾ. ഞാനോ? ഇതാര് പറഞ്ഞ്? ആ വെള്ളക്കടയിലെ കാത്ത പറഞ്ഞതായിരിക്കും. അവിടെ കാര്യം എനിക്കും പറയാനുണ്ട്. അയാൾ രസിച്ചൊന്ന് ചിരിച്ചു.
കാത്തയോ എന്തു പറഞ്ഞെന്ന്? ഞാൻ പറഞ്ഞത് നിങ്ങൾ കേട്ടില്ല. ഒരാൾക്ക് വരവില്ലെങ്കിൽ മറ്റൊരാളുടെ വരവ് കൊണ്ട് വേണം ജീവിക്കാൻ. നിങ്ങൾക്ക് വരവില്ല. ഉണ്ണാനും ഉടുക്കാനും മറ്റും കാശ് ചെലവുണ്ട്. അത് തരുന്നയാളിനെ അമ്മയോ ആങ്ങളെയോ ആശ്രയിച്ചാണ് നിങ്ങൾ ജീവിക്കുന്നത്. നേരല്ലേ? കച്ചേരിയിലെ ചോദ്യം പോലെയാണല്ലോ ഇത്. കച്ചേരി നിങ്ങളോട് ചോദിച്ചിട്ടുണ്ടോ? അതിനും ആ ദ്രോഹി ഇടവരുത്തി. ഭർത്താവ് അല്ലേ? അവനാ ഭർത്താവ്. ഭർത്താവ് ഇല്ലെന്നങ്ങ് എഴുതി വെക്കൂ. അത് ഞാൻ വേണേ വല്ലതും തരാൻ പൊന്നെ. അതിരിക്കട്ടെ, നിങ്ങൾക്ക് വരവൊന്നും ഇല്ലല്ലോ? വരവുണ്ട്. ഞാൻ ആരും ആശ്രയിക്കുന്നില്ല. മാസം 15 രൂപയെങ്കിലും വരവുണ്ട്. ശരി, എന്താ തൊഴിൽ? എന്തെല്ലാം അറിയണം ഈ സർക്കാരിന്? തൊഴിലൊന്നല്ല, പലതാ. അതൊക്കെ പറഞ്ഞോളൂ. എഴുതാൻ കടലാസിൽ സ്ഥലമുണ്ട്. ഞാനാ ഈ വീട്ടിൽ കഞ്ഞി വയ്ക്കുന്നത്. ഈ തിണ്ണ മെഴുകിയത് ഞാനാ. മെഴുകിയത് നന്നായിട്ടുണ്ട്. കണ്ണാടി പോലെ മിന്നുന്നുണ്ടല്ലോ. എൻ്റെ കവിള് കണ്ണാടി പോലെ മിന്നുന്നെന്ന് എൻ്റെ പണിക്കൻ. ഹാ, എൻ്റെ ആരല്ല, അയാൾ പറയുമായിരുന്നു. അപ്പോൾ ഈ തിണ്ണ എൻ്റെ കവിള് പോലെ ആയിരിക്കും. അവൾ ഫലിതം പറഞ്ഞ മട്ടിൽ ചിരിച്ചു. അയാളും ചിരിച്ചു. അയൽ വീട്ടിലെ ഒരു പെണ്ണ് മുറ്റത്ത് വന്ന് എന്യൂമറേറ്ററുടെ മുഖത്ത് കണ്ണു തറപ്പിച്ച നിലയായി. പെണ്ണിന് വയസ്സ് 10 കഴിഞ്ഞതേ ഉള്ളൂ. നോട്ടം കണ്ടില്ലേ? 2 കൊല്ലം കഴിഞ്ഞാൽ ഈ വഴിക്ക് ആളുകളെ നടത്തുകയല്ല. പെണ്ണിന് കോപം വന്നു. ഞാനൊന്ന് നോക്കിയെന്ന് വെച്ചിട്ട് പണിക്കത്തിക്ക് വല്ല നഷ്ടം വന്നോ? ഞാൻ എൻ്റെ അപ്പാ പോകുകയാണേ എന്ന് പറഞ്ഞിട്ട് അവൾ വന്ന വഴി തിരിച്ചുപോയി. പോകുന്ന പോക്കിൽ അവൾ എന്തോ പിറുപിറുത്തുകൊണ്ടിരുന്നു. നളിനി പറഞ്ഞു, അവൾക്ക് ശുണ്ഠി വരണം. ആരുടെയെങ്കിലും തലവട്ടം കണ്ടാൽ മതി. എവിടുന്നെന്നറിയാൻ മേല. പെണ്ണ് മുറ്റത്തുണ്ട്. എന്യൂമറേറ്റർക്ക് അവിടെ ഇരിക്കാൻ പേടിയായി തുടങ്ങി. എന്നിട്ട് തൊഴിൽ പറഞ്ഞില്ല. പറഞ്ഞില്ലേ, ഒരു വീട്ടിൽ എന്തെല്ലാം ജോലിയുണ്ടോ അതൊക്കെ ഞാൻ ചെയ്യുന്നുണ്ട്. ആദായം കിട്ടുന്ന തൊഴിലാണ് അറിയേണ്ടത്. ആദായം കിട്ടുന്ന തൊഴിലില്ലെങ്കിൽ നിങ്ങൾ വല്ലതും തരുമോ? തരുമോ എന്ന് ചോദിച്ചാൽ അയാൾക്ക് മുഴുവനാക്കാൻ മടി തോന്നി. ചോദിച്ചാൽ തരുമായിരിക്കും അല്ലേ? അയാൾ ചുറ്റുപാടും നോക്കി. അവൾ പറഞ്ഞു, വീട്ടിൽ വല്ലവരും വന്നാലൊരു മര്യാദ വേണമല്ലോ. അയാൾ പെട്ടെന്ന് പറഞ്ഞു, ഞാൻ മര്യാദക്കേട് വല്ലതും പറഞ്ഞോ? പറഞ്ഞില്ല. ഞാൻ മര്യാദ കാണിച്ചില്ല. മുറുക്കുമെന്ന് തോന്നുന്നല്ലോ എന്ന് പറഞ്ഞ് അവൾ മുറിക്കകത്തേക്കു കയറി. തപ്പിപ്പെറുക്കുന്ന ശബ്ദം അയാൾ ശ്രദ്ധിച്ചു. അല്പം കഴിഞ്ഞ് അവൾ മുറുക്കാൻ കൊണ്ടുവന്നു. അയാൾ മുറുക്കിലേർപ്പെട്ടു. അവൾ വീണ്ടും മുറിക്കകത്തേക്ക് പോയി 3 മരപ്പാവകൾ കൊണ്ടുവന്നു. എന്നിട്ട് അവൾ പറഞ്ഞു, എൻ്റെ തൊഴിൽ ഇതാണ്. ഇതിലൊന്നുണ്ടാക്കാൻ എനിക്ക് ഒരു ദിവസം മതി. അയാൾ പാവ വാങ്ങി നോക്കി. ഒരു ചാൺ നീളത്തിലുണ്ടാക്കിയ സ്ത്രീ രൂപങ്ങൾ. എല്ലാം നന്നായിരിക്കുന്നു. തിളങ്ങുന്ന ചായപ്പണി ചെയ്തത്, കൊഴുത്ത് മിനുത്തത്, ഭംഗിയുള്ള അവയവങ്ങൾ, ഉയർന്ന മാറിടം, തടിച്ച ജഘനം, കൃശമായ മാധ്യം, അക്ഷമാമമായ ചിഗുരഭാരം, ആകർഷകമായ മന്ദസ്മേരം, ആകപ്പാടെ മാദകമായ സുന്ദരശില്പങ്ങൾ. അയാൾ കണ്ണിമയ്ക്കാതെ നോക്കിയിരുന്നു. എന്നിട്ട് അവളെ നോക്കി. 4 ഒന്നുപോലെ അത്ഭുതകരം. 3 കണ്ടാൽ 4 തോന്നുന്നതാണ് അത്ഭുതം, അവൾ പറഞ്ഞു. അയാൾ മറുപടി പറഞ്ഞില്ല. ഇത് അച്ചിൽ വാർക്കുന്നതാണോ? ഞങ്ങൾ വാർപ്പ് പണിക്കാരല്ല. കടഞ്ഞെടുത്തതായിരിക്കും. പാലാഴി കടഞ്ഞപ്പോൾ കിട്ടിയ ലക്ഷ്മിയെ പോലെ ഇരിക്കുന്നു. പാലായി കടയാൻ ഞാൻ കൂടിയിട്ടില്ല. അതുകൊണ്ട് ഞാൻ ലക്ഷ്മിയെ കണ്ടിട്ടില്ല. എൻ്റെ തൊഴിൽ എന്താണെന്ന് കാണിക്കുകയായിരുന്നു. 4 പറഞ്ഞത് എങ്ങനെയാ? ഈ ജീവനില്ലാത്ത 3ഉം ഇതുണ്ടാക്കുന്ന ജീവനുള്ള 1ഉം, അങ്ങനെ 4 ഒരുപോലെ ഇരിക്കുന്നതാണ് അത്ഭുതം. എന്ന് പറഞ്ഞാൽ ജീവനില്ലാത്തതുപോലെ ജീവനുള്ളതും ഇരിക്കുന്നതോ? അതിൽ അത്ഭുതമൊന്നുമില്ല. എൻ്റെ തലയിലെഴുത്ത്. അവളുടെ കണ്ണു മിന്നി. വീണ്ടും മുറിയിൽ പോയി തിരിച്ചു വന്നപ്പോൾ അവളുടെ മുഖം തുടുത്തിരുന്നു. കയ്യിൽ ഒരു പാവയും ഉണ്ടായിരുന്നു. അത് അവൾ അയാളുടെ മുന്നിൽ വെച്ചു. അയാളത് എടുത്തു നോക്കി. കംസവത്തിലെ കൃഷ്ണനാണോ ഇത്? അതോ മുന്തിയറപ്പനെ കൃഷ്ണൻ്റെ വേഷം കെട്ടിച്ചതോ? ഇത് കുറെ വലുതായിരുന്നെങ്കിൽ വെള്ളരിവേലിക്കകത്ത് കൊണ്ടുവയ്ക്കാമായിരുന്നു. ദൃഷ്ടിദോഷം പറ്റാതിരിക്കാൻ. അല്ലെങ്കിൽ തീരെ ചെറുതായിരുന്നെങ്കിൽ. അവൾ ഇടയ്ക്കു കയറി പറഞ്ഞു. അതിങ്ങനെയായിപ്പോയി. 19 ഉണ്ടാക്കിയപ്പോൾ ഈ നിലയിലായി. കൃഷ്ണൻ്റെ രൂപമുണ്ടാക്കി കാണുന്നവരൊക്കെ വാങ്ങിച്ചു പോന്നു. 3-4 വില കിട്ടുമായിരുന്നു. ക്രമേണ വേഷം കൃഷ്ണൻ്റെയും രൂപം വേറൊരു കൃഷ്ണൻ്റെയുമായി.
വേറൊരു കൃഷ്ണനെന്ന് വെച്ചാൽ ഒരു കാലത്ത് ഞാൻ ശ്രീകൃഷ്ണനെ പോലെ കരുതി പോന്നയാൾ. അയാളുടെ കാര്യം ഓർക്കുമ്പോൾ എനിക്ക് കലി വരും. പാവയുണ്ടാക്കി കഴിയുമ്പോൾ അയാളെപ്പോലെ ഇരിക്കും. എൻ്റെ കോപം മുഴുവൻ പാവയുടെ മുഖത്തും. ഒടുവിലൊടുവിൽ ആളുകൾ പാവ മേടിക്കാതെയായി. പിന്നെ ആ പണി നിർത്തിവെച്ചു. പുരുഷരൂപം ഉണ്ടാക്കേണ്ടെന്ന് വെച്ചു. ശ്രീപാർവതിയുടെ രൂപം ഉണ്ടാക്കി നോക്കി. എന്ന് വെച്ചാൽ ഒരു സ്ത്രീ രൂപം ഉണ്ടാക്കി അതിന് ശ്രീപാർവതി എന്ന് പേരിടും. അതല്ലാതെ ഞാൻ പാർവതിയെ കണ്ടിട്ടോ മറ്റുണ്ടോ? പാർവതി തപസ് ചെയ്തെന്നും ശിവൻ്റെ കൂടെ നൃത്തം ചെയ്തെന്നും ഒക്കെ ഞാൻ കേട്ടിട്ടുണ്ട്. സിനിമയിൽ കണ്ടിട്ടുമുണ്ട്. പിന്നെ പാർവതിയും പരമേശ്വരനും കൂടെ ചിലപ്പോൾ പിണങ്ങാറുണ്ട് പോലും. അതൊക്കെ ഓർത്തുകൊണ്ട് പാവയുണ്ടാക്കി തുടങ്ങി. ചിലപ്പോൾ കണ്ണാടിയിൽ നോക്കി പാർവതിയെപ്പോലെ ഞാൻ ഓരോ ഭാവം കാണിച്ച് അതുപോലെ ഭാവയുണ്ടാക്കും. ഞാൻ പാർവതിയാണെന്ന് ഭാവിച്ചുകൊണ്ടാ പണി. ഒടുക്കമുണ്ടല്ലോ, പാർവതിയൊക്കെ ഒരുപോലെ. അവൾ തുടരുന്നതിന് മുമ്പ് അയാൾ പറഞ്ഞു, നിങ്ങളും പാർവതിയും സമം സമം. ഞാനും പാർവതിയും എങ്ങനെയാ സമം സമം? എൻ്റെ രൂപമായി പോകുന്നു പാർവതിക്ക്. എനിക്ക് നാണമായി തുടങ്ങി. എൻ്റെ രൂപം ഉണ്ടാക്കി വിറ്റാൽ മേടിക്കാൻ അയാൾ ധൃതിയിൽ പറഞ്ഞു. ധാരാളം ആളുണ്ടാകും. ഉണ്ടാകുമെന്ന് ഞാൻ കണ്ടതല്ലേ. മേടിക്കുന്നവരും എന്നെ ആക്ഷേപിക്കും. പാവ ഒന്നാന്തരം. പാവ വിൽക്കുന്നത് രൂപം കാണിച്ച് ആണുങ്ങളെ ആണെന്ന് ഞാൻ മുമ്പേ പറഞ്ഞില്ലേ കാത്ത? അവൾ എൻ്റെ മുഖത്ത് നോക്കി പറഞ്ഞു. ഞാനൊരാട്ട് കൊടുത്തിട്ട് അവളുടെ കണ്ണ് പൊട്ടുപോയെന്നാ തോന്നുന്നത്. പിന്നെ എനിക്ക് തോന്നി, ഞാൻ കേൾക്കാതെ പറഞ്ഞാൽ ഞാൻ എങ്ങനെ ആട്ടുമെന്ന്. മറ്റൊരുത്തി ഇങ്ങനെ ചെയ്താൽ ഞാനും അവളെ ആക്ഷേപിക്കും. അത് നേരായിരിക്കും. എന്നാലും അവരവരുടെ രൂപം ഇത്ര ശരിയാക്കി ഉണ്ടാക്കത്തക്ക സാമർഥ്യം അത്ഭുതകരമാണ്, അവൾ പറഞ്ഞു. നിങ്ങൾ വെറും മുഖസ്തുതി പറയുകയാണ്. ഒരെണ്ണം ഉണ്ടാക്കിയാൽ പിന്നെ അത് നോക്കി എത്ര വേണമെങ്കിലും ഉണ്ടാക്കരുതോ? കണ്ണാടിയിൽ നോക്കി കാണുന്നത് പോലെ ആദ്യം ഒന്നും ഉണ്ടാക്കണം. അതത്ര വലിയ കാര്യമൊന്നുമല്ല. അത് നേരാ. ഞാൻ എന്തു പറഞ്ഞാലും നേരാണെന്ന് പറയുന്നവരായിരുന്നു ഈ അയൽവക്കത്തുള്ളവർ മിക്കവരും. അവരെയൊക്കെ പേടിയായിരുന്നു എനിക്ക്. ഇപ്പോൾ പേടിയില്ലായിരിക്കുമല്ലോ എന്നെ? ഇപ്പോൾ എനിക്ക് ആരെയും പേടിയില്ല. ഞാനല്ലാതെ ആരെങ്കിലും ഉണ്ടോ എന്ന് തന്നെ എനിക്ക് വിചാരമില്ല. കലകളിൽ പ്രവർത്തിക്കുന്ന പലരും അങ്ങനെയുള്ളവരാണ്. അവൾ മുറിക്കകത്തേക്ക് പോയി തിരിച്ചു വരുന്നതിനിടയ്ക്ക് അതിൻ്റെ പേരാണ് അഹന്ത എന്ന് അയാൾ ഒച്ചയടക്കി പറഞ്ഞു. അവൾ 4 രൂപങ്ങൾ കൂടി അയാളുടെ മുൻപിൽ വെച്ചു. കാരുണ്യം, രൗദ്രം, അത്ഭുതം, ശൃംഗാരം. ഇവയുടെ ഉച്ചാവസ്ഥയെ കാണിക്കുന്ന അവളുടെ തന്നെ രൂപങ്ങൾ. ഇത് അതിവിശേഷമാണെന്ന് പറഞ്ഞാൽ മുഖസ്തുതിക്കാരനാണെന്ന് എന്നെ ആക്ഷേപിക്കുമോ? അങ്ങനെ പറയാതിരിക്കാം. അതിവിശേഷമാണെന്ന് സാറെന്തിനാ പറയുന്നത്? ഇപ്പോൾ ഇതൊന്നും വിൽക്കാറില്ല. പകൽ ഉറക്കം വരാതിരിക്കാൻ ചെയ്യുന്ന പണിയാ. എന്നെങ്കിലും ഒരിക്കൽ ഇതിനാവശ്യമുണ്ടാകും. എന്നെ കാണാത്തവരുടെ കയ്യിൽ ചെല്ലുമ്പോൾ ഇത് തേവിടിച്ചിയുടെ പരസ്യമാണെന്ന് പറഞ്ഞ് അവരാക്ഷേപിക്കയില്ലെന്ന് എനിക്കറിയാം. ഒരു തൊഴിലറിയാം, നല്ലപോലെ ചെയ്യാം. അതിൽ നിന്ന് ആദായം കിട്ടാൻ മാർഗമില്ലെന്ന് വരുന്നത് കഷ്ടമാണേ. നിങ്ങൾ എന്തിനാ അപവാദത്തെ ഭയപ്പെടുന്നത്? ആളുകൾ എന്തെങ്കിലും പറയട്ടെ. ഒരു പാവയ്ക്ക് 1 രൂപ ഏത് പൊട്ടക്കണ്ണനും തരും. നിങ്ങളുടെ ആവശ്യങ്ങൾ പരാശ്രയം കൂടാതെ നടക്കും. തൊഴിൽ ശില്പവൃത്തി എന്ന് എഴുതാൻ പോവുകയാണ്. അയാൾ എഴുതി. പിന്നെയും എന്തൊക്കെയോ കുറിച്ചു. അവളുടെ ആങ്ങളുടെ വിവരങ്ങൾ ചോദിച്ചെഴുതി. അതിനിടയിൽ അവൾ ഒരു പാവയൊഴിച്ച് എല്ലാം മുറിക്കകത്തെ കൊണ്ടു ചെന്ന് വെച്ചു. ഒന്ന് അവൾ കയ്യിൽ വച്ചിരുന്നു. അയാൾ ഒന്നുകൂടി മുറുക്കി. പാവയൊന്നും വിൽക്കുകയില്ലെന്നാണോ പറഞ്ഞത്? ഞാനിത് തിന്നാറില്ല. അടുപ്പിലിടാറില്ല. ഇനി വളരെയുണ്ടോ കൈവശം? ജനസംഖ്യയിൽ പെട്ടതാണോ ആ ചോദിച്ചതും? എന്നാൽ ചെല്ലട്ടെ, ഭർത്താവ് പിണങ്ങി, അവൾ ഇടയ്ക്കു കയറി പറഞ്ഞു. അക്കാര്യം പറഞ്ഞു കഴിഞ്ഞില്ലേ? വഴിക്കാരോടൊക്കെ ഭർത്താവിൻ്റെ കാര്യം ഇതിലധികം പറയാനൊക്കുമോ? അയാൾ ഒരു മൃഗമാ. കള്ളു കുടിക്കും. പിന്നെ ബേപ്പട്ടിയെപ്പോലെ വഴിയിൽ കാണുന്നവരെ മേക്കെട്ട് കയറും. എന്നിട്ട് ഇടികൊള്ളും. കള്ള് ഇറങ്ങുന്നത് വരെ. എന്ന് വെച്ചാൽ നേരം വെളുക്കുന്നത് വരെ കിടപ്പ് പോലീസ് സ്റ്റേഷനിൽ. ഒരു ദിവസം 2-3 നാഴിക ഇരുട്ടിയപ്പം ഹെഡ്ഡങ്ങുന്ന് ഒരു പോലീസുകാരനെ പറഞ്ഞയച്ചിരിക്കുന്നു. ഞാൻ ചെന്ന് പണിക്കനെ ജാമത്തിൽ ഇറക്കിക്കൊണ്ട് പോരാൻ. നേരം വെളുത്തിട്ട് ഇറങ്ങിയാൽ മതിയെന്ന് ഞാൻ. പണിക്കനില്ലാത്തപ്പം വീട്ടിൽ വല്ലവരും കയറി അക്രമം കാണിച്ചാൽ അർജിയും കൊണ്ട് വന്നേക്കരുതെന്ന് അങ്ങേര്. ആക്രമത്തിന് വല്ലവരും വന്നാൽ എൻ്റെ തലവണച്ചോട്ടിൽ വീതുളിയാണ് ഉള്ളതെന്ന് ഞാൻ.
അങ്ങേര് പോയി 2 നാഴിക കൂടി കഴിഞ്ഞപ്പോൾ ആമ്പറന്നോൻ ആടി ആടി കയറി വന്നു. ഞാനൊന്നും ചോദിക്കാനും പറയാനും പോയില്ല. നേരം വെളുത്തപ്പോൾ ഞാൻ പറഞ്ഞു, ഞാൻ വീട്ടിലൊന്ന് പോകുകയാണ്. എന്തിനാ പോണേന്ന് അയാൾ. ഇവിടെ താമസിച്ചാൽ ഞാൻ വല്ലോരെ വീതുളി കൊണ്ട് കൊന്നേക്കും, അതുകൊണ്ട് പോകുകയാണെന്ന് ഞാൻ പറഞ്ഞു. എൻ്റെ കൈ അന്നേരം പുളി പറിക്കാൻ പോവുകയോ മറ്റോ ഇല്ലെന്ന് ആ മൃഗം എടുത്ത വാക്കിൽ പറഞ്ഞു. ഈ മൃഗത്തിൻ്റെ കൂടെ പാർക്കാൻ ഞാനില്ലെന്ന് പറഞ്ഞേച്ച് ഞാൻ റോഡിൽ വന്ന് ബസ് കയറി ഇങ്ങ് പോന്നു. പിന്നെയുണ്ട് പറയാനറയ്ക്കുന്ന കഥകൾ. അവൾ നിർത്തിയപ്പോൾ അയാൾ എഴുന്നേറ്റു. ഇത് വേണമെങ്കിൽ ഇരിക്കട്ടെ എന്നു പറഞ്ഞ് അവൾ പ്രതിമ നീട്ടി. അയാൾ സന്തോഷപൂർവ്വം വാങ്ങി നോക്കി. രൗദ്രഭാവത്തിലുള്ള അവളുടെ പ്രതിമ. അതുകണ്ട് അയാളുടെ മുഖത്തെ പ്രസാദം മങ്ങി. എങ്കിലും നന്ദി പറഞ്ഞിട്ട് അയാൾ ഒരു കടലാസു കഷ്ണം അവിടെ വെച്ചിട്ട് പറഞ്ഞു, ഇത് നോക്കൂ. അവൾ നോക്കി. അവളുടെ രൂപം അയാൾ വരച്ചിരിക്കുന്നു. അവൾ ശ്രദ്ധിച്ചു നോക്കി. ഈ പറഞ്ഞിരുന്ന നേരത്ത് ഇത് വരച്ചത് അത്ഭുതം തന്നെ. ആ പ്രതിമ ഇങ്ങ് തന്നേക്കൂ. ഇത് പറഞ്ഞിട്ട് അവൾ അകത്തേക്ക് പോയി പാർവതി തപസ് ചെയ്യുന്ന അല്പം വലിയ ഒരു പ്രതിമ കൊണ്ടുവന്ന് ആ ചിത്രകാരനെ സമ്മാനിച്ചു. അയാളത് ആനന്ദവും നന്ദിയും സ്ഫുരിക്കുന്ന ഭാവത്തോടെ വാങ്ങി. എന്നാൽ ചെല്ലൂ എന്നു പറഞ്ഞ് അവൾ മുറ്റത്തേക്കിറങ്ങി. അയാൾ അടുത്ത വീട്ടിലേക്ക് നടന്നു. അയാളുടെ ഹൃദയത്തിൽ വീണക്കമ്പി മീട്ടിയാലുണ്ടാകുന്ന നാദം പ്രതിധ്വനിച്ചു കൊണ്ടിരുന്നു. നന്ദി.